നമ്മുടെ ദൈവം മാറാത്ത ദൈവമാണ്, അനന്യനായ ദൈവമാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ജീവിതത്തിൽ ആരെല്ലാം മാറിപ്പോയാലും എന്നും കൂടെ ഇരിക്കാമെന്ന് വാക്ക് പറയുന്ന മനുഷ്യരും നമ്മെ വിട്ട് മാറിപ്പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതം പ്രതിസന്ധിയിലാകുമ്പോൾ, നമ്മുടെ ജീവിതം കഷ്ടത്തിലാകുമ്പോൾ, മുൻപോട്ട് പോകുവാൻ സാധ്യതയില്ലാത്ത വിധം ജീവിതം പ്രതിസന്ധിയിലായി മാറുന്ന സാഹചര്യങ്ങളിൽ നമ്മളെ സഹായിക്കുമെന്ന് നാം പ്രതീക്ഷിച്ച പലരും ആ ലേവ്യനെയും ആ പുരോഹിതനെയും പോലെ, മുറിവേറ്റ മനുഷ്യരെ കണ്ടിട്ടും കാണാത്തവരെ പോലെ മാറിപ്പോയ ആ ലേവ്യനെയും പുരോഹിതനെയും പോലെ നമ്മോട് പെരുമാറിയെന്ന് വരാം. എന്നാൽ ഇന്ന് പകൽക്കാലം വേദനയിലും ദുഃഖത്തിലും കഷ്ടത്തിലും പ്രതീക്ഷയേറ്റുമിരിക്കുന്ന, നിരാശയുടെ നടുവിലിരിക്കുന്ന എൻ്റെ കേൾവിക്കാരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുമ്പോൾ, പലരും നമ്മെ വിട്ട് മാറി നമ്മെ ഒറ്റപ്പെടുത്തുമ്പോൾ, വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന സന്ദേശം യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ് എന്ന സന്ദേശമാണ്.